ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ കിടുമീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വീട്ടിലൊക്കെ പുതിയ വീട്ടുപാത്രങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പഴയ വീട്ടുപാത്രങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നിലവിളക്കും. അപ്പോൾ ഇതൊക്കെ മാറ്റി വെക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് ഇത് ക്ലാവ് പിടിച്ച് പിന്നെ അത് അഴുക്കായി, അപ്പോൾ പിന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കി ഞങ്ങളുടെ വീട്ടിലെ പഴയ ഒരു നിലവിളക്കായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പുതിയതുപോലെ വെളുപ്പിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് എങ്ങനെ വെളുപ്പിച്ചെടുക്കാനുള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടുമീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഇത് ഞങ്ങളുടെ വീട്ടിലെ പഴയ ഓട്ടുവിളക്കൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഉപ്പ് എടുക്കുമ്പോൾ പഴയ വീട്ടിലെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ഉപ്പിന് മുകളിലോട്ട് നാരങ്ങയാണ് വേണ്ടത്. ഒരു നാരങ്ങ ഫുള്ളായിട്ട് നമുക്ക് വേണം. അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കൊരു 3 സ്പൂണിനടുത്ത് സോഡാപ്പൊടിയും കൂടെ നമുക്ക് വേണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ചിരട്ട ചാരമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ തടി കത്തിയ ചാരം മാത്രമേ എടുക്കാവുള്ളൂ. ഇതിൽ പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കരുത്. ഇനി നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ഇനി നമുക്ക് അല്പം സോപ്പ് പൊടിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓട്ടുപാത്രത്തിന് മുകളിലായിട്ട് ഇതെല്ലാം ഒന്ന് പറ്റിച്ചു കൊടുക്കാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിളക്കിലൊക്കെ ഡിസൈനുള്ള ഭാഗത്തൊക്കെ ഉള്ളിലായിട്ട് ഇത് പറ്റത്തില്ല. അപ്പോൾ ഇതുപോലുള്ള പുതിയ ബ്രഷ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ തേച്ച് പറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ഉരുളിയിൽ പറ്റിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുള്ളിലോട്ട് ബാക്കിയുള്ള ആ ഒരു ചാന്തെല്ലാം കൂടെ നമുക്ക് ഇട്ടിട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഗ്യാസിൽ വെച്ച് നമുക്ക് ചൂടാക്കി തിളപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞങ്ങളുടെ കിടുമീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കണ്ണൻ ആലപ്പി.